ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. ഞാൻ ആറ്റുകാലമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ തന്നെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം വിളക്ക് കത്തിച്ച് ശർക്കര, അവിൽ, മലര്, പഴമെല്ലാം വെച്ചിട്ട് നമുക്ക് ആ വിളക്കിൽ നിന്ന് തന്നെ അഗ്നി എടുത്ത് നമ്മുടെ അടുപ്പ് കത്തിക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഉണക്കലരി കഴുകി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് തിളച്ച് തൂവുന്നത് വരെ നമ്മൾ തവി കൊണ്ട് ഇളക്കരുത്. തൂവിക്കഴിഞ്ഞിട്ട് ശേഷമേ നമ്മൾ തവി കൊണ്ട് ഇളക്കാവൂ. ഇളക്കി കൊടുക്കാം. ഇനി വേണം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് ഉപ്പ്, പിന്നെ ഏലക്കായും ജീരകവും കൂടി ചതച്ചെടുത്തതാണ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കര 300 ഗ്രാം ശർക്കരയാണ്. നമ്മൾ 1/4 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, അതിന് 300 ഗ്രാം ശർക്കര. പിന്നെ കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ ഈ 300 ഗ്രാം ശർക്കര. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 പഴം അരിഞ്ഞെടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. കദളിപ്പഴമാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പാളയംകുടം പഴമോ ഉപയോഗിക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കാഷ്യൂവും കിസ്മിസും ഒപ്പം കഴുകിയെടുത്തിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ ചേർക്കുന്നത് 50 ഗ്രാം നെയ്യാണ്. നെയ്യ് ചേർക്കാം. തേങ്ങ, അരമുറി തേങ്ങ ചിരവിയെടുത്തതാണ്. അത് അവസാനം ചേർക്കുന്നതാണ് നല്ല രുചിയായിട്ടുള്ളത്. അത് അരമുറി ഞാൻ ചേർത്തിട്ടുണ്ട്. അവസാനം തേനാണ് ഞാൻ ഒഴിക്കുന്നത്. 50 ഗ്രാം തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പൊങ്കാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കലത്തിലിരുന്ന് തന്നെ അത് ഒന്നും കൂടെ ഡ്രൈ ആകും. ധ്യാനം ചക്രാകാരം മഹത്തേജഃ തന്മധ്യേ പരമേശ്വരീ ജഗന്മാതാ ജീവധാത്രീ നാരായണീ പരമേശ്വരീ വ്യൂഹതേജോമയീ ബ്രഹ്മാനന്ദിനി ഹരിസുന്ദരീ. ആറ്റുകാലമ്മയുടെ പൊങ്കാല നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇതുപോലെയാണ് പൊങ്കാല എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം നന്ദി എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന്.
അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.